നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ കയ്പ കൃഷി ചെയ്യുമ്പോഴേ കയ്പ ഉണ്ടായി തുടങ്ങിയത് ഈ പരുവം ആയി തുടങ്ങുമ്പോൾ തന്നെ കേടുവന്ന് ഇതുപോലെ പഴുത്ത് നാശമായി പോകുന്നതിന്റെ പ്രധാന കാരണം ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈച്ചയാണ് ഇതിന്റെ പ്രധാന കാരണം. ഇതിന്റെ പേര് കായ്ച്ച എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പൂ വിരിഞ്ഞ് കായായി തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ആക്രമണം തുടങ്ങും. ഇത് കായമേൽ വന്നിരുന്നിട്ട് ചെറിയ സുഷിരം ഉണ്ടാക്കി അതിൽ മുട്ട നിക്ഷേപിച്ച് മുട്ട വിരിഞ്ഞ് പുഴുക്കള് പുറത്തിറങ്ങും. കൂടാതെ ഈച്ച കുത്തിയ സുഷിരത്തിൽ കൂടി ഫംഗസ് ബാധ കയറി കായ നശിച്ചു പോകും. ഈ കാണുന്നതാണ് ഈച്ച കുത്തിയ ഭാഗം. ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് ഒരു പരിഹാര മാർഗം വളരെ സിമ്പിൾ ആണ്. പൂ വിരിഞ്ഞ് കായായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് അതിൽ കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നോക്കൂ, പൂ വിരിഞ്ഞത് ഇതുപോലെ കായായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ കവർ ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ്. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ നമ്മൾ കായ അതിൻ്റെ ഉള്ളിൽ ആകുന്ന വിധത്തിൽ ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇതുകൂടാതെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത് നോക്ക്, കവർ ചെയ്ത കായ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കുമ്പോൾ കണ്ടില്ല, ഒരു കേടുപാടില്ലാതെ അതുപോലെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് കൃഷിയിൽ നിന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാവുന്ന കരുതുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്